ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇയറിങ്സ് ഹോളുമായിട്ടാണ്. മിന്ത്രയിൽ ആമസോണിൽ നിന്നൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത ഇയറിങ്സിന്റെ ഹോളാണ് കേട്ടോ. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ എല്ലാം ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ പ്രൈസ് എല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ കുറച്ച് വലിയ ഇയറിങ്സും കുറച്ച് ചെറിയ ഇയറിങ്സ് ആണ്. ആദ്യം നമുക്ക് വലിയ ഇയറിങ്സ് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് വലിയ ഇയറിങ്സ് ഒക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ലൊരു വലിയ ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ജോക്കർ ആൻഡ് വിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇതൊരു ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലവറിന്റെ പകുതി വലത്തേക്കാതിലും പകുതി ഇടത്തേക്കാതിലും അങ്ങനെയാണ് കേട്ടോ നിൽക്കുക. പിന്നെ ഇത് ഗോൾഡ് കളറിലാണ് വരിക ഫ്ലവർ. പിന്നെ അതിന്റെ നടുക്ക് വലിയൊരു വൈറ്റ് കളർ പേളുണ്ട്, ചുറ്റിനും വൈറ്റ് കളർ മുത്തും പോകുന്നുണ്ടേ. ഇനി ഇത് കാതിൽ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഹെവിയാണ് കേട്ടോ, കാണാനും നല്ല ഹെവിയാണ്. പിന്നെ വലിയ മുഖമൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് വെയർ ചെയ്തിട്ട്. ഞാനിത് വെയർ ചെയ്യാറുണ്ട്, എൻ്റെ മുഖം ചെറുതാണ് എന്നാലും ഞാൻ വെയർ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് വലിയ ഇയറിങ്സ് ഇടാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇടാറുണ്ട്. ഇത് കാണാനും ഹെവിയാണ്, കാതിലിട്ടാലും നമുക്ക് നല്ല രീതിയിൽ ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്, ഇട്ടെന്നൊരു ഫീല് നമ്മുടെ കാതിനുണ്ട്. അപ്പം അങ്ങനെ വലിയ ഇയറിങ്സ് ഒക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണേ. ഇത് കണ്ടംപററി സ്റ്റൈൽ കമ്മലാണെങ്കിലും എത്രിക് വെയറിന്റെ ഒക്കെ കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ചുരിദാറിന്റെ കൂടെ ഒക്കെ ഇട്ട് നോക്കിയിരുന്നു, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം നമുക്ക് മുന്നോട്ട് ഓണമൊക്കെ വരികയാണ്. അപ്പം ട്രഡീഷണലിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കമ്മലാണ് കേട്ടോ. ഈ വൈറ്റ് കളർ പേളൊക്കെ വരുന്നതുകൊണ്ട് സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ നല്ല രീതിയിൽ പോകും കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ഇയറിങ്സും തന്നെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത്. കുറെ നാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത്. സെക്കൻഡ് വൺ വന്ന് സോഹി എന്ന ബ്രാൻഡിന്റെ ഒരു ഇയറിങ്സ് ആണ്. ഇതിങ്ങനെ ഒരു ഹാങ്ങിങ്ങോട് കൂടിയാണ് വരുന്നത്. അതിനുള്ളിൽ ഇങ്ങനെ ഒരു വൈറ്റ് പേളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ, അതുപോലത്തെ ഒരു കമ്മലാണ്. ഇത് ഒരുപാട് വലുപ്പമില്ല എന്നാൽ തീർത്ത് ചെറുതുമല്ല, അങ്ങനെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു കമ്മലാണേ. ഈ കമ്മലിന്റെ ഹാങ്ങിങ് വന്ന് കുരുവിക്കോട് പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മുട്ട കിടക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഈ കമ്മൽ കാണുമ്പോൾ തോന്നുന്നത്. ഇതധികം വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ വെയിറ്റ് ഒന്നുമില്ല. ചെറിയ കമ്മൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കും വലിയ കമ്മൽ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണേ, അതുകൊണ്ട് നമുക്കധികം ഹെവിനെസ് ഒന്നുമില്ല. നെക്സ്റ്റ് വന്ന സോഹി എന്ന ബ്രാൻഡിന്റെ ബിഗ് ഇയറിങ്സ് ആണ്. ഇത് കണ്ടംപററി സ്റ്റൈല് ഫ്ലവർ ഡിസൈനിലാണ് വരുന്നത്. ഈ കണ്ടംപററി സ്റ്റൈല് കുറെ നാളായിട്ട് ട്രെൻഡിൽ നിൽക്കുന്നതാണ്. വെസ്റ്റേൺ വെയറിന്റെ ഒക്കെ കൂടെ എല്ലാവരും വെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പല രൂപത്തിലും ഭാവത്തിലൊക്കെ അവൈലബിൾ ആയിട്ടോ. ഇപ്പം നമുക്ക് ഹെവി ആയിട്ട് തോന്നിയാലും ഇട്ട് കഴിയുമ്പോൾ തീർത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടോ. കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നും, പക്ഷെ കാതിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നൊരു ഫീല് നമുക്കില്ല. അതുപോലെ തീർത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടോ. ഇതിങ്ങനെ കാണാനേ ഉള്ളൂ കേട്ടോ ഹെവിയാ. കാതിലിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീർത്ത് ലൈറ്റ് വെയിറ്റാ, എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലേ ഇല്ല. അതുപോലെ തീർത്ത് ലൈറ്റ് വെയിറ്റാ, കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നും, പക്ഷെ നമുക്കിത് ഒട്ടും തന്നെ കാതിലിട്ട് കഴിയുമ്പോൾ ഹെവി ആയിട്ട് തോന്നില്ല. അതുപോലൊരു കമ്മലാണ് കേട്ടോ. ഇത് 2 ഫ്ലവറാണ് വരിക, മേളിൽ ഒരു കുഞ്ഞു ഫ്ലവറും താഴെ വലിയൊരു ഫ്ലവറുവേ. അപ്പം ഇതുപോലെ വലിയ ഇയറിങ്സ് വേണം എന്നാൽ ഹെവി ആകരുതെന്നൊക്കെ ഉള്ളവർക്ക്, വെയിറ്റ് ഇല്ലാതെ ഇടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാട്ടോ. നെക്സ്റ്റ് വന്ന് ഒരുപാട് വലിപ്പമില്ല എന്നാൽ തീർത്ത് ചെറുതും അല്ലാത്ത രീതിയിലുള്ള യെല്ലോ ചിംസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ നല്ല ഫ്ലവർ ക്യൂട്ട് ഇയറിങ്സ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ ആ മേളി വരിക, താഴോട്ട് ഇങ്ങനെ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഫ്ലവറിന്റെ നടുക്ക് ഇങ്ങനൊരു ചെറിയ മുത്ത് പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചെയിനാണ് കേട്ടോ താഴേക്ക് ഹാങ്ങിങ് ആയിട്ട് പോകുന്നത്. അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളാണ്, വൈറ്റ് കല്ലുകളാണ്. അടിയിൽ തുമ്പത്തൊരു പേളും പോകുന്നുണ്ട്, 2 പേൾ മുത്തുകൾ പോകുന്നുണ്ട്. ഇത് നമ്മൾ കാതിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കധികം ഹെവി ആയിട്ടൊന്നുമില്ല, നല്ല സാധാ കമ്മലൊക്കെ വെയർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഉണ്ടല്ലോ സ്റ്റഡ് ഇട്ട് കഴിയുമ്പോൾ അത്രയും ചേരുകയില്ല, ഹങ്ങിങ്ങോട് കൂടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് പിങ്ക് കളർ കുന്തൻ ഇയറിങ്സ് ആണേ. ഇത് നല്ല രീതിയിൽ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇത് ട്രഡീഷണൽ വെയറിന്റെ കൂടെയും എത്രിക് വെയറിന്റെ ഒക്കെ കൂടെ നല്ല രീതിയിൽ പോകും കേട്ടോ. ചുരിദാർ, സാരി എല്ലാത്തിൻ്റെ കൂടെ ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഹെവിയാണ് കേട്ടോ, നല്ല രീതിയിൽ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ ഹെവിയാണ് കേട്ടോ. ഓണത്തിനൊക്കെ സെറ്റ് സാരിയുടെ കൂടെ ഇത് നല്ല രീതിയിൽ പോകും കേട്ടോ. ഇതിൽ കുന്തനും അടിയിൽ ഇങ്ങനെ വൈറ്റ് കളർ പേളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ കമ്മലിന്റെ പല കളർ അവൈലബിൾ ആണ് കേട്ടോ. വേറെയും ഒരുപാട് കളറുകളൊക്കെ അവൈലബിൾ ആണ്.
നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വന്ന് ഒരു സ്റ്റഡ് ഇയറിംഗ് ആണേ. ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്ന ക്രീം കളർ വന്നിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. അതിലേക്ക് കുഞ്ഞ് തരി പേൾ ഡീറ്റെയിലിംഗ് ഒക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ 1 ഇയർ മേളിലായിട്ടോ ഇതൊക്കെ വാങ്ങിയിട്ട്. അതും ഇതിന് മുന്നേ കാണിച്ചതൊക്കെ 1 ഇയർ മേളിലായി. എന്നിട്ട് ഇപ്പോഴും അങ്ങനെ കളർ ഫേഡ് ആകുകയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എത്രിക് വെയറിൻ്റെ ഒക്കെ കൂടെ ഇതൊക്കെ നല്ല രീതിയിൽ പോകും കേട്ടോ. വലിയ ഹാങ്ങിങ് ഒക്കെ ഇടാൻ ഇഷ്ടമില്ല, ഇങ്ങനെ സ്റ്റഡ് മാത്രമായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ പോകും. അടുത്തത് വന്ന് ഇപ്പോൾ വളരെയേറെ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഡ്രോപ്പ് ഇയറിങ്സ് ആണ്. ഇത് കണ്ടംപററി സ്റ്റൈലിലാണ് പെടുന്നത്. ഞാൻ എടുത്തേക്കുന്ന സിൽവർ ആണ്. ഇതിൻ്റെയും ഗോൾഡ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡ്രോപ്പ് ഇയറിങ്സ് ഇപ്പോൾ വളരെയേറെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാതിലുണ്ടാവും. ഇത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തർ വെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി വലിയ സൈസാണ് കേട്ടോ, ഇച്ചിരി ബിഗ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയ കമ്മലുകളാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി വലുതാണ്. ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആട്ടോ. ഞാൻ പറ്റുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ചെറുതുണ്ട്, ഇതിൻ്റെ വലുതുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി ഹെവി ആയിട്ടുള്ളതാണ്. ഇടുമ്പോൾ ഇച്ചിരി കാതിൽ വലുതായിട്ട് തന്നെ നിൽക്കും. ചെറുത് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആട്ടോ. ഇത് കാതിലിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വെസ്റ്റേൺ വെയറിൻ്റെ ഒക്കെ കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അടുത്തത് വന്ന് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഡ്രോപ്പ് ഇയറിങ്സ് ആണേ. അതിൻ്റെ വേറൊരു വകഭേദം എന്ന് തന്നെ പറയാം. അതുപോലുള്ളൊരു നല്ല ക്യൂട്ട് ഇയറിങ്സ് ആണേ. ഇതും സ്റ്റഡ് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നേരത്തെ കാണിച്ചത്ര ഹെവി അല്ല കേട്ടോ, ഇത് ഇച്ചിരി ചെറുതാണ്. ഇത് വന്ന് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഇത് പിന്നെ പിങ്ക്, റോസ്, ലാവണ്ടർ അതിൻ്റെയൊക്കെ ഒരു മിക്സ് ഷെയ്ഡാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇത് തീർത്ത് ലൈറ്റ് വെയിറ്റ് ആണ്. നേരത്തെ കാണിച്ച അതിൻ്റെ അത്രയും ഹെവി അല്ല, അതിൽ ഇച്ചിരി കൂടെ ചെറുതാണ് കേട്ടോ. ഇത് സ്റ്റഡൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഇടുന്നോ അതിൻ്റെ കൂടെ സ്യൂട്ടായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാവണ്ടർ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ ഉടുപ്പും, റോസ് ഇടുമ്പോൾ അതിൻ്റെ ഉടുപ്പും, വൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഉടുപ്പും, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്ലൂ ഇടുമ്പം ബ്ലൂ ആയിട്ട് നമുക്ക് തോന്നും. അത് കാതിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ അത് അത്ര തോന്നില്ല. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത് അതിൻ്റെ ഷെയ്ഡ് ഇതിൽ വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും വേറെ കളറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ലാവണ്ടർ, വൈറ്റ്, അങ്ങനെ 3-4 കളർ ഞാൻ കണ്ടു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ ഇയറിങ്സ് ഹോൾ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പിന്നെ പുതിയതായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹൈപ്പ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും. ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.